മാന്യ പ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. നമ്മൾ ആത്മീയത എങ്ങനെയാണ് ശാസ്ത്രത്തോട് ചേർത്തത്, ശാസ്ത്രം എങ്ങനെയാണ് ആത്മീയതയോട് ചേർത്തത്, ഇത് ഒരു ഉദാഹരണത്തിലൂടെ വിവരിക്കാം. നമ്മൾ രാവിലെ ഉണർന്നു കഴിഞ്ഞാൽ നമ്മളുടെ ആചാരപ്രകാരം കിടക്കയിലിരുന്ന് കൈ നോക്കി ഒന്ന് പ്രാർത്ഥിക്കണം. എന്താ പ്രാർത്ഥന? കരാഗ്രേ വസതേ ലക്ഷ്മി, കരമധ്യേ സരസ്വതി, കരമൂലേ സ്ഥിതാ ഗൗരി, പ്രഭാതേ കരദർശനം. ചിലർ പറയും കരമൂലേതു ഗോവിന്ദ. ആ കരമൂലേതു ഗോവിന്ദ എന്നുള്ളത് ശരിയല്ല. കരാഗ്രേ വസതേ ലക്ഷ്മി, കരത്തിന്റെ അഗ്രത്തിലെ ലക്ഷ്മി, കരമധ്യേ സരസ്വതി, കരത്തിന്റെ നടുക്ക് സരസ്വതി, കരമൂലേ സ്ഥിതാ ഗൗരി, കരത്തിന്റെ മറ്റേ മൂലക്ക് റൂട്ട് വെച്ചാൽ ഇവിടെ, കരമൂലേ സ്ഥിതാ ഗൗരി, പ്രഭാതേ കരദർശനം. രാവിലെ കൈ നോക്കണം എന്ന് പറയും. ഈ മന്ത്രം പറഞ്ഞതിന് ശേഷം നമ്മൾ കൈ രണ്ടും തുടച്ച് അത് കൈ നോക്കിയിട്ട് മുഖം നല്ലോണം റബ്ബ് ചെയ്യാം. ഇതാണ് കീഴ്വഴക്കം. അത് ആചാരമല്ല. ഈ ഇരുന്ന് പ്രാർത്ഥിക്കുന്നത് ആചാരം. കൈ റബ്ബ് ചെയ്യുക, കീഴ്വഴക്കം. എന്നിട്ട് മുഖം ഒന്ന് നല്ലോണം റബ്ബ് ചെയ്യുക, അത് കീഴ്വഴക്കം, ആചാരമല്ല. എന്നിട്ട് നമ്മൾ നിലത്ത് തൊടുക. സമുദ്രവസനേ ദേവി പർവ്വതസ്ഥനമണ്ഡലേ സ്ഥനമണ്ഡിതേ, രണ്ടും പറയാം. വിഷ്ണുപത്നി നമസ്തുഭ്യം പാദസ്പർശം ക്ഷമസ്വമേ. ഈ പ്രപഞ്ചത്തിന്റെ മുഴുവനും ആധാരമായ പ്രപഞ്ച ചൈതന്യത്തിന്റെ കൂടെയുള്ള ഐശ്വര്യ ദേവതയായ ലക്ഷ്മിയെ, ആ ഭൂമിദേവി, ഈ ചൈതന്യം തരുന്ന ഭൂമിദേവിയെ ഞാൻ കാലുകൊണ്ട് ചവിട്ടാൻ പോകുന്നതിനു മുമ്പ് കൈകൊണ്ട് വന്ദിക്കുന്നു. സമുദ്രവസനേ ദേവി, സമുദ്രത്തിനെ വഹിക്കുന്നതായിട്ടുള്ള ദേവി. പർവ്വതസ്ഥനമണ്ഡലെ, മാറിടം പർവ്വതം ആയിട്ടുള്ള ദേവി. വിഷ്ണുപത്നി നമസ്തുഭ്യം, ഹേ വിഷ്ണുപത്നി, നിന്നെ ഞാൻ നമസ്കരിക്കുന്നു. പാദസ്പർശം ക്ഷമസ്വമേ, എൻ്റെ കാല് ഞാൻ നിന്നിൽ ചവിട്ടുമ്പോൾ അമ്മയെ പോലെ നീ എന്നോട് ക്ഷമിക്കണം. അമ്മയുടെ ഗർഭത്തിലുള്ള ആ കുട്ടി അമ്മയെ ചവിട്ടുമ്പോൾ അമ്മയുടെ വേദന അതേപോലെ തന്നെ പാദസ്പർശം ക്ഷമസ്വമേ. ഇതൊരു ആത്മീയ മന്ത്രമാണ്, എല്ലാവർക്കും അറിയാം. പക്ഷെ ഇതിനകത്തൊരു സയൻസ് ഉണ്ട്. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ 1997 തോന്നുന്നു, 96 97 ഒരു ഇവാലുവേഷൻ നടത്തിയിരുന്നു. എന്താ ഇവാലുവേഷൻ അറിയോ? ഈ ഹാർട്ട് വീക്കായിട്ടുള്ള വ്യക്തികളിൽ അറ്റാക്ക് വരുന്നത് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ആക്ടിവിറ്റി ഏതാണ്, സമയം ഏതാണ്? അമേരിക്കയിലും കാനഡയിലും ഒക്കെ ഹാർട്ട് അറ്റാക്ക് വരുന്നത് മഞ്ഞുകാലത്ത് വീടിന്റെ മുമ്പിൽ നിറച്ച് സ്നോ, കട്ടിയായിട്ടുള്ള സ്നോ വരുമ്പോൾ അവർ ഷവൽ ഉപയോഗിച്ചിട്ട് ഈ സ്നോ മാറ്റാൻ വേണ്ടി ചെയ്യുന്ന വർക്കിനിടയ്ക്ക് ധാരാളം പേര് ഹാർട്ട് അറ്റാക്ക് വന്ന് മരിക്കാറുണ്ട്. കാരണം അത് മാറ്റിയില്ലെങ്കിൽ കാറ് പുറത്തേക്ക് പോവില്ല. കാർ അകത്തേക്ക് വരണമെങ്കിലും പുറത്തേക്ക് വരണമെങ്കിലും കുറച്ച് മാറ്റിയേ തീരൂ. അല്ലെങ്കിൽ പുറത്ത് നിന്ന് ട്രാക്ടർ കൊണ്ടുവന്ന് മാറ്റണം. അതിന് $60 കൊടുക്കണം ഒരു മണിക്കൂറിന്, അല്ലെങ്കിൽ $50 കൊടുക്കണം. അത് എല്ലാ ദിവസവും താങ്ങാൻ പറ്റില്ല. അപ്പൊ ഇവര് ഷവലെടുത്ത് മാറ്റുമ്പോഴത്തേക്കും ഇവർക്ക് അറ്റാക്ക്, ആ സ്ട്രെയിൻ കൊണ്ട് അറ്റാക്ക് വരാൻ സാധ്യതയുണ്ട്. അല്ലാത്ത രാജ്യങ്ങളിൽ ഹാർട്ട് അറ്റാക്ക് ഏറ്റവും കൂടുതൽ വരുന്നത് ഹൊറിസോണ്ടലായിട്ട് രാത്രി കിടന്ന് പെട്ടെന്ന് ചാടി എഴുന്നേൽക്കുമ്പോഴാണ് ഹാർട്ട് അറ്റാക്ക് വരുന്നത്. അത് കാരണം എന്താ? ഹൊറിസോണ്ടൽ ആയിരിക്കുമ്പോൾ ഹാർട്ടിന് പ്രഷർ, ബ്ലഡ് പമ്പ് ചെയ്യാനുള്ള പ്രഷർ കാര്യമായിട്ട് കൊടുക്കണ്ട. പക്ഷെ വെർട്ടിക്കലായിട്ട് നിൽക്കുമ്പോൾ കാലിന്റെ ചുവടറ്റത്തിൽ നിന്ന് ബ്ലഡ് സക്ക് ചെയ്തെടുക്കണം, പമ്പ് ചെയ്ത് തലവരെ എത്തിക്കണം. സ്ട്രെയിൻ കൂടുതലാണ്. ഈ സ്ട്രെയിൻ ഹാർട്ടിന് എടുക്കാൻ ഒരു വിഷമവും ഇല്ല. പക്ഷെ ജർക്ക് ഹാർട്ട് എടുക്കില്ല. ആ ജർക്ക് ഹാർട്ടിന് പ്രോബ്ലം ഉള്ളതാണ്. ഇപ്പൊ നമ്മുടെ പൂർവികർ എന്ത് ചെയ്തു? കിടക്കയിൽ കുറേ നേരം ഇരുത്താൻ, എന്തിനാ? ഹൊറിസോണ്ടൽ ബോഡി വെർട്ടിക്കൽ ആവുന്നതിന് മുമ്പ് ഇരിക്കാം. ആ ഇരുത്തണം. അപ്പൊ അതിനെന്താ ചെയ്യാ? ഒരു മന്ത്രം പറഞ്ഞു കൊടുത്തു. ആ മന്ത്രം മുഴുവനും പതുക്കെ പറഞ്ഞ്
കൈ തിരുമ്മി മുഖം കഴുകി മുഖം കൊണ്ടൊന്ന് റബ്ബ് ചെയ്തിട്ട് കൈ കൊണ്ട് മുഖം റബ്ബ് ചെയ്തിട്ട് പിന്നെ ഭൂമി ഒന്ന് തൊടുക. അപ്പൊ ഇതില് കിടന്ന കിടക്കയിലിരുന്നുകൊണ്ടാണ് ഈ മന്ത്രം ചൊല്ലുന്നത് എന്നുള്ളത് ഓർമ്മിക്കുക. പല്ല് തേച്ചിട്ടില്ല, നാക്ക് പിടിച്ചിട്ടില്ല, കുളിച്ചിട്ടില്ല. അങ്ങനെ കിടന്ന കിടക്കയിലിരുന്ന് സാധാരണ ഒരു മന്ത്രവും ചൊല്ലാറില്ല. ഇത് മാത്രം ചൊല്ലുക. എന്താ അതിന് കാരണം? നമ്മളെ കുറേ നേരം ഒന്ന് ഇരുത്താം, എന്നിട്ട് കൈകൊണ്ട് നിലത്ത് തൊടുക. ഈ രാത്രി കിടക്കയിൽ കിടന്ന് ഉരുളുമ്പോൾ ശരിക്കും ബയോസ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി, നമ്മുടെ ശരീരത്തിൽ ഇലക്ട്രിസിറ്റി ഉള്ളത് കാലുവഴിക്ക് അർത്ത് ചെയ്തു പോകും. ഞാനും എൻ്റെ കുടുംബവും തമ്മിൽ രാവിലെ കാപ്പി കുടിക്കുമ്പോൾ പറയായിരുന്നു, കാപ്പി കുടിക്കാനിരിക്കുമ്പോൾ ചുവട്ടിൽ മാർബിളാണ് ഇട്ടിരിക്കുന്നത്. വീട്ടിൽ മാർബിൾ ഇട്ടിരിക്കുന്നത് കാല് മാർബിളിൽ തൊടുമ്പോൾ എന്തോ ഇങ്ങനെ ശരീരത്തിൽ നിന്ന് എന്തൊക്കെയോ ലൂസാവുന്ന മാതിരി. ഇപ്പൊ ഒരു ചവിട്ടി എപ്പോഴും ഇട്ടിട്ടേ ഞങ്ങൾ ഇരിക്കാറുള്ളൂ. ടി വി കാണാനിരിക്കുമ്പോഴും ഊണ് കഴിക്കാനിരിക്കുമ്പോഴും വെറുതെ എഴുതാനിരിക്കുമ്പോഴും പേപ്പർ വായിക്കുമ്പോഴും കാലിന്റെ ചുവട്ടിലൊരു നോൺ കണ്ടക്ടർ ചവിട്ടി ഉണ്ടാവും. ആ ചവിട്ടി ഇല്ലെങ്കിൽ കാലിൽ നിന്ന് ഇങ്ങനെ ഭയങ്കര സ്ട്രെയിൻ ആയിട്ട് തോന്നാറുണ്ട്. പ്രഭാഷണത്തിന് നിൽക്കുമ്പോഴും ഒരു ചവിട്ടി മാറ്റിയിടാറുണ്ട്. ഇപ്പൊ നോൺ കണ്ടക്ടറാണ്. ശരീരത്തിലെ ഇലക്ട്രിസിറ്റി എർത്ത് ചെയ്ത് പോവാതിരിക്കാനാണ് നോൺ കണ്ടക്ടർ നമ്മൾ പന്തി പായിൽ ഊണ് കഴിക്കാനിരിക്കുന്നത് അല്ലെങ്കിൽ കാല് വയ്ക്കുമ്പോഴത്തേക്കും ഒരു ചവിട്ടി മാറ്റിടുന്നത്. ഈ കയ്യ് ആദ്യം നിലത്ത് തൊടണം എന്ന് പറയാൻ കാരണം, നമ്മുടെ ഈ ഇലക്ട്രിസിറ്റി കിടക്കയിൽ ഇങ്ങനെ കിടന്ന് റോൾ ചെയ്യുമ്പോഴത്തേക്കും രണ്ടെണ്ണമുണ്ട്. ബയോ ഇലക്ട്രിസിറ്റിയും ഉണ്ട്, ബയോസ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റിയും ഉണ്ട്. അത് കാലുവഴിക്ക് എർത്ത് ചെയ്തു പോയാൽ വാതരോഗം ഉണ്ടാവാനുള്ള സാധ്യത കമ്പാരിറ്റീവ്ലി കൂടുതലാണ്. ഇപ്പൊ കൈയാണ് തൊടുന്നതെങ്കിൽ കൈവഴിക്ക് അത് എർത്ത് ചെയ്തു പോയാൽ കയ്യിൽ ജനറലി വാതരോഗം കാലുമാതിരി ഉണ്ടാവില്ല. 1000 കാലുവാതരോഗികൾ ഉണ്ടെങ്കിൽ 1/2 കയ്യ് വാതരോഗികളെ ഉണ്ടാവുള്ളൂ. കയ്യിൽ വാതരോഗം വരുന്നത് വളരെ കുറവാണ്. ഇപ്പൊ കയ്യ് തൊട്ട് ആ ഇലക്ട്രിസിറ്റി എർത്ത് ചെയ്ത് കളയാം. 2 മോസ്റ്റ് സയന്റിഫിക് ആയിട്ടുള്ള ആക്ടിവിറ്റിയാണ്. ഒന്ന്, ഹാർട്ടിന്റെ ബാലൻസ് ഉണ്ടാക്കാൻ കിടക്കയിൽ നിന്ന് ചാടി എഴുന്നേൽക്കുന്നതിന് പകരം കിടക്കയിൽ ഇരുന്ന് ഒരു 30 സെക്കൻഡ്. ഇനി മന്ത്രം ചൊല്ലണം നിർബന്ധമൊന്നുമില്ല. ഞാൻ കമ്മ്യൂണിസ്റ്റുകാരനാണ്, യുക്തിവാദിയാണ്, വെറുതെ ഇരുന്നാലും മതി. അല്ലെങ്കിൽ ഒരു സിനിമ പാട്ട് പാടിയാലും മതി. ഇതൊന്നുമില്ലെങ്കിൽ വെറുതെ കണ്ണടച്ചിരുന്നാലും മതി. മന്ത്രം ചൊല്ലണം എന്ന് നിർബന്ധമൊന്നുമില്ല. നിങ്ങളുടെ വിശ്വാസത്തിന് അത് യോജിക്കുന്നില്ല എങ്കിൽ വേണ്ട. പക്ഷെ അതിനകത്തൊരു സയൻസ് ഉണ്ട്. ഈ ഭൂമി തൊടുന്നതിൻ്റെ അകത്ത് ഒരു സയൻസ് ഉണ്ട്, ബയോസ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി. ഈ ആചാരങ്ങൾ വെറുതെ ഉണ്ടാക്കിയതല്ല. ഒരുപക്ഷെ അവർ ബയോസ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി എന്നൊന്നും നമ്മുടെ പൂർവികർ വാക്കുപയോഗിച്ചിട്ടില്ല. ഹാർട്ടിന്റെ ബാലൻസിങ് എന്ന വാക്കുകളൊന്നും അവർ ഉപയോഗിച്ചിട്ടില്ല. പക്ഷേ അവർ നമുക്ക് തന്നിരിക്കുന്ന ആചാരം ഇന്നത്തെ സയൻസ് ഉപയോഗിച്ച് വിവരിക്കാൻ പറ്റുന്ന രീതിയിലുള്ളതാണ്. അതാണ് അതിൻ്റെ പ്രത്യേകത. ഇന്നത്തെ സയൻസ് ഉപയോഗിച്ച് വിവരിക്കാൻ സാധിക്കും. അതുകൊണ്ട് അതിൽ നല്ലതാണ്, വേണമെങ്കിൽ സ്വീകരിക്കാം. ഇനി സ്വീകരിക്കണമെന്ന് താല്പര്യമില്ലാത്തവരെ തിരസ്കരിക്കാം. അങ്ങനെ ഞാൻ കിടക്കയിലിരുന്ന് കൈ നോക്കിയില്ലെങ്കിൽ എന്താ സംഭവിക്കുക? ഒന്നും സംഭവിക്കില്ല. സംഭവിക്കുകയാണെങ്കിൽ അനുഭവിച്ചോടാം. കാരണം കുറേ പോസിറ്റീവുകൾ ജീവിതത്തിലുണ്ട്. ആ പോസിറ്റീവുകളെ കൂടുതൽ പോസിറ്റീവുകളാക്കാനും നമ്മുടെ ജീവിതത്തിലുള്ള നെഗറ്റീവുകൾ കുറേയൊക്കെ കുറയ്ക്കാനും ഒക്കെ സാധിക്കുന്നതിനെയാണ് സാധാരണ ആചാരങ്ങൾ എന്ന് പറയുക. അതിനകത്ത് കുറേ ആത്മീയത ചേർത്തിരിക്കുന്നത് ഡിവോഷനും ഡെഡിക്കേഷനും സിൻസിയറിറ്റിയും ഉണ്ടാവാൻ വേണ്ടിയാണ്. ആത്മീയത കളഞ്ഞു എന്ന് വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല. ഡിവോട്ടഡ് ആയിട്ട് ചെയ്താൽ മതി. എല്ലാ ദിവസവും ചെയ്യാൻ പറ്റില്ല, വേണ്ട പറ്റുന്നിടത്തോളം ചെയ്യുക. ഇതൊക്കെ ഓർത്തിരിക്കാൻ പറ്റില്ല, വേണ്ട ഓർക്കുമ്പോൾ ചെയ്യുക. ഇതൊക്കെ ജീവിതത്തിലൊരു ഭാരമല്ലേ? ഭാരമാണെന്ന് തോന്നുകയാണെങ്കിൽ ചെയ്യേണ്ട. ഈ ആചാരങ്ങൾ ജീവിതത്തിൽ ഭാരമാകത്തക്ക വിധത്തിൽ ചെയ്യരുത്, ഭാഗമായിട്ട് ചെയ്യാം. വേണമെന്ന് തോന്നുകയാണെങ്കിൽ ഇതൊക്കെ ചെയ്യാതിരിക്കാനുള്ള സ്വാതന്ത്ര്യവും നിങ്ങൾക്കുണ്ട്. ഇതൊന്നും സ്വർഗത്തിലേക്ക് പോകാനോ മോക്ഷത്തിലേക്ക് പോകാനോ ഒന്നുമല്ല. ജീവിതത്തിലെ കുറേയൊക്കെ അടുക്കും ചിട്ടയും ഉള്ളതാക്കാനും ആരോഗ്യത്തിനും വേണ്ടിയിട്ടുള്ളതാണ് ഈ ആചാരങ്ങൾ. അപ്പോ 2 മന്ത്രമാണ് ഇവിടെ പറയുക. ഒന്ന്, കരാഗ്രേ വസതേ ലക്ഷ്മി, കരമധ്യേ സരസ്വതി, കരമൂലേ സ്ഥിതാ ഗൗരി, പ്രഭാതേ കരദർശനം. അത് കയ്യ് നോക്കി കൈ കൂട്ടിത്തിരുമി മുഖം നല്ലോണം റബ്ബ് ചെയ്യുക. മുഖം റബ്ബ് ചെയ്യുമ്പോഴത്തേക്കും ബ്ലഡ് സർക്കുലേഷൻ കൂടും. രണ്ടാമത്തേത്, സമുദ്രവസനേ ദേവി പർവ്വതസ്തനമണ്ഡലേ വിഷ്ണുപത്തി നമസ്തുഭ്യം പാദസ്പർശം ക്ഷമസ്വമി. കാല് നിലത്ത് തൊടുന്നതിന് മുമ്പ് കൈ തൊട്ടിട്ട് വേണം ഇത് പറയാൻ.
കൈ തൊട്ടുകൊണ്ട് വേണം ഇത് പറയാൻ. രണ്ടും പ്യുവർ സയൻസാണ്. ആരംഗീകരിച്ചാലും അംഗീകരിച്ചില്ലെങ്കിലും, ആരെതിർത്താലും എതിർത്തില്ലെങ്കിലും വസ്തുത തന്നെയാണ്. സ്വീകരിക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് നിങ്ങൾ. പ്രണാമം, നമസ്കാരം.